ആകാശവാണി കവരത്തി. ഇന്ന് ഹരിതചിന്തകൾ എന്ന പരിപാടിയിൽ നമ്മോടൊപ്പമുള്ള അതിഥി ചെന്നൈ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന നാഷണൽ സെന്റർ ഫോർ സസ്റ്റൈനബിൾ കോസ്റ്റൽ മാനേജ്മെന്റിൽ മറൈൻ ബയോളജിസ്റ്റായി സേവനമനുഷ്ഠിച്ചു വരുന്ന അമിനിദ്വീപ് സ്വദേശി ശ്രീ നൌഫർ. അദ്ദേഹം തീരശുചിത്വം എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ഇന്ന് നമുക്ക് വളരെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം. നമ്മുടെ പരിസ്ഥിതി മാത്രമല്ല, മറിച്ച് ആരോഗ്യം, നമ്മുടെ സമ്പദ് വ്യവസ്ഥ, നമ്മുടെ സംസ്കാരം, ഭാവി എന്നിവയെല്ലാം ബാധിക്കുന്ന അത്യന്തം പ്രാധാന്യമുള്ള ഒരു വിഷയത്തെക്കുറിച്ച്, കോസ്റ്റൽ ക്ലീൻനെസ്, തീരശുചിത്വം. ഇത് വെറും ഒരു കടൽ തീരങ്ങൾ വൃത്തിയാക്കുന്നതിനെ കുറിച്ച് മാത്രമല്ല, മറിച്ച് പരിസ്ഥിതി സംരക്ഷണവും സമുദ്രജീവികളുടെ സംരക്ഷണവും നമ്മുടെ ലൈവ്ലിഹുഡ്, നമ്മുടെ ഇനി വരുന്ന തലമുറയ്ക്ക്, അതായത് ഭാവി തലമുറയ്ക്ക് ജീവിക്കാൻ അനുയോജ്യമായ രീതിയിൽ ഈ ചുറ്റുപാടിനെ കെയർ ചെയ്ത് കൈമാറുന്നതിനെ എല്ലാം റിലേറ്റ് ചെയ്യുന്ന ഒരു വിഷയമാണ്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഭൂമിയുടെ 70% വെള്ളമാണ്. നീലഗ്രഹം, ബ്ലൂ പ്ലാനറ്റ് എന്നൊക്കെയാണ് അതുകൊണ്ട് തന്നെ ഭൂമിയെ വിളിക്കുന്നത്. ഈ കാണുന്ന സമുദ്രങ്ങളും കടലുകളും ലോകത്തിന്റെ തന്നെ ജീവനാഡികൾ എന്ന് വേണമെങ്കിൽ പറയാം. കടലും കരയും തമ്മിൽ ചേരുന്ന പ്രദേശമാണല്ലോ തീരപ്രദേശങ്ങൾ. തീരങ്ങൾ എന്ന് പറയുമ്പോൾ വളരെ അസാധാരണമായ ഒരു ബയോഡൈവേഴ്സിറ്റി നിലനിൽക്കുന്ന പ്രദേശമാണ്. പക്ഷേ ഇതിനെയെല്ലാം നശിപ്പിക്കുന്ന തരത്തിൽ ഇന്ന് നാം കാണുന്ന മുക്കാൽ ബീച്ചുകളും ചവറ്റുകൊട്ടകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്ലാസ്റ്റിക് വേസ്റ്റും ഡൊമസ്റ്റിക് വേസ്റ്റും തുടങ്ങിയ എല്ലാതരം വേസ്റ്റുകളും കൊണ്ടുപോയി തള്ളുന്ന ഒരു ചവറ്റുകൊട്ട. വളരെ വിഷമകരമായ ഒരു കാര്യമാണിത്. നമുക്ക് ചുറ്റുമുള്ള ചിലരുടെയെങ്കിലും മനോഭാവവും അങ്ങനെ തന്നെയാണ്. ഇത്തരം തീരപ്രദേശങ്ങൾ അല്ലെങ്കിൽ ഈ തീരദേശ മലിനീകരണം ലോകം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പാരിസ്ഥിതിക വെല്ലുവിളികളിൽ ഒന്ന് തന്നെയാണെന്ന് പറയാം. എന്താണ് കോസ്റ്റൽ ഏരിയയുടെ പ്രാധാന്യം, അല്ലെങ്കിൽ എന്ത് ഇമ്പോർട്ടൻസ് ആണ് കോസ്റ്റൽ എക്കോസിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, കോസ്റ്റൽ ഏരിയ എന്ന് പറയുമ്പോൾ ഭൂമിയിലെ ഏറ്റവും റിച്ച് ആയിട്ടുള്ള പരിസ്ഥിതികളിലൊന്നാണ്. ഈ തീരങ്ങൾ ബീച്ചസ്, മാംഗ്രൂവ്സ്, എസ്റ്റുറി, വെറ്റ്ലാൻഡ്, ലഗൂൺ, കോറൽ, അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ആവാസ വ്യവസ്ഥകൾ നമുക്കിവിടെ കാണാം. ഇപ്പോൾ മാംഗ്രൂവ്സ് നോക്കുവാണെങ്കിൽ മിനിക്കോയിലും കൽപ്പേനിലും നമുക്ക് മാംഗ്രൂവ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആയിരക്കണക്കിന് വരുന്ന സമുദ്രജീവികൾക്ക് ശരിക്കും ബ്രീഡിങ്ങിനും ഫീഡിങ്ങിനുമുള്ള ഒരു കേന്ദ്രമെന്ന് ഞങ്ങൾ പറയാം. ഇപ്പം മിനിക്കോയിലെ മാംഗ്രൂവ്സിനെ കുറിച്ച് പറയുകയാണ്, ഒരു ഏരിയ മൊത്തം ഈ മാംഗ്രൂവ്സ് കൊണ്ട് എനിക്ക് തോന്നുന്നു 2-3 സ്പീഷീസ് ഒക്കെ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ അവസ്ഥ എന്താണ് നോക്കുവാണെങ്കിൽ, കൂടുതലും നമ്മളെ പോലുള്ള ആൾക്കാരുടെ പ്രവർത്തനം കാരണം അതിന്റെ ഒരു നശീകരണത്തിന് തുടക്കമിട്ടിട്ടുണ്ട്. ഈ മാംഗ്രൂവ്സ് എന്ന് പറയുമ്പോൾ ഈ പ്രകൃതിയുടെ കവചം എന്നൊക്കെയാണ് അതിനെ വിളിക്കുന്നത്. ബിക്കോസ് സൈക്ലോൺ, ഫ്ലഡ്, സുനാമി പോലുള്ള പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും, സോയിൽ ഇറോഷൻ പോലുള്ള ഫിനോമിനിൽ നിന്നൊക്കെ നമ്മുടെ തീരത്തെ സംരക്ഷിക്കുകയും അല്ലെങ്കിൽ ശക്തമായ തിരകളുടെ അഗാധത്തിൽ നിന്നൊക്കെ സംരക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കർത്തവ്യം മാംഗ്രൂവ്സ് ചെയ്യുന്നുണ്ട്. സെയിം ഇത് തന്നെ കോറൽ പവിഴപ്പുറ്റുകൾ. നമുക്കറിയാം, കടലിനടിയിലെ മതിലുകളാണ് കോറൽ റീഫ്സ്. തീരങ്ങളെ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ ഒരു വലിയൊരു എക്കോസിസ്റ്റം അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ അല്ലാതെ തന്നെ കോറൽ ഏരിയാസ് കാലാവസ്ഥ വ്യതിയാനങ്ങൾ, അതായത് ക്ലൈമറ്റ് ചേഞ്ചിനെ നിയന്ത്രിക്കുകയും നമുക്ക് ചുറ്റുമുള്ള കടലുകൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബ് ചെയ്യുകയും അസിഡിഫിക്കേഷനിലേക്ക് ആ ചുറ്റുപാട് പോവുകയും ചെയ്യുമ്പോൾ ഭൂമിയുടെ കൂടി വരുന്ന ഒരു ടെമ്പറേച്ചർ നിയന്ത്രിക്കുന്നതിനും കോറൽ റീഫ് വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഒരു ഹെൽത്തി എക്കോസിസ്റ്റം, അത് ആരോഗ്യമുള്ള ഒരു ആവാസ വ്യവസ്ഥ ആഗോള തലത്തിൽ തന്നെ ടെമ്പറേച്ചർ കൂടുന്നതിനെ കുറക്കാൻ സഹായിക്കുന്നുണ്ട്. അങ്ങനെ മീൻസ് അവിടുത്തെ ഒരു കാർബൺ സിങ്കുകളായി തന്നെ അവ പ്രവർത്തിക്കുന്നുണ്ട്. സാമ്പത്തികപരമായിട്ടും ഈ തീരങ്ങൾ ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിത മാർഗമാണ്. ഇപ്പൊ ഫിഷർമാൻ കമ്മ്യൂണിറ്റി അവരുടെ മുഴുവൻ ജീവിതവും കടലിനെ ആശ്രയിച്ചിട്ടാണുള്ളത്. അതുപോലെ തന്നെ ടൂറിസം സെക്ടറിലൂടെ അവിടുത്തെ ഹോട്ടലുകൾ, ബോട്ട് ഓപ്പറേറ്റേഴ്സ്, ഗൈഡ്, ചെറുകിട കച്ചവടക്കാർ തുടങ്ങിയ ഇഷ്ടംപോലെ ആളുകൾക്ക് ഇതുമൂലം വലിയൊരു ജോബ് ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്നുണ്ട്. തുറമുഖങ്ങളും ഹാർബറുകളും രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു വ്യാപാരത്തിന് വഴി തുറക്കുകയും ഇത്തരം വ്യാപാര ശൃംഖല നാഷണൽ എക്കണോമിയുടെ വളർച്ചയ്ക്ക് വലിയ സംഭാവനകളും ചെയ്യുന്നുണ്ട്. ഇന്ന് പല പല കോസ്റ്റൽ സിറ്റികളും ഇത്തരം സാമ്പത്തിക വളർച്ചയുടെ കേന്ദ്രങ്ങളായി തന്നെ മാറിയിട്ടുണ്ട്. അതിനാൽ തന്നെ കോസ്റ്റൽ ക്ലീനസും തീരസംരക്ഷണവും എല്ലാം വെറും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗം മാത്രമല്ല, ഇത് സാമൂഹിക സ്ഥിരതയ്ക്കും സാമ്പത്തികമായിട്ടുള്ള പുരോഗതിക്കും മനുഷ്യന്റെ ജീവിതത്തിന്റെ സുരക്ഷയ്ക്കും അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. തീരങ്ങൾ ശുചിയായി നിലനിർത്തുമ്പോൾ മാത്രമേ ആരോഗ്യകരമായ പരിസ്ഥിതിയും ശക്തമായ സമ്പദ് വ്യവസ്ഥയും സുരക്ഷിതമായ ഭാവിയും ഒക്കെ നമുക്ക് സാധ്യമാവുകയുള്ളൂ. തീരപ്രദേശങ്ങൾ, അതായത് കോസ്റ്റൽ ഏരിയയിലേക്ക് ഇത്രയധികം ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ പോലും മനുഷ്യരുടെ അനിയന്ത്രിത ഇടപെടലുകൾ കാരണം ഗുരുതരമായ ഭീഷണി നേരിടുന്ന ഒരു ഏരിയ കൂടിയാണിത്. ഇപ്പം ഇൻഡസ്ട്രിയലൈസേഷൻ, അർബനൈസേഷൻ, ജനസംഖ്യ വർധനവ്, കൺസ്യൂമറിസം, ഇതൊക്കെ കാരണം ഉണ്ടാകുന്ന മലിനീകരണം വലിയ രീതിയിലാണ് ഉയർന്നിരിക്കുന്നത്.
ഓരോ വർഷവും ഇതിന്റെ ദോഷഫലങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് ഈ ഒരു ഏരിയയിൽ അനുഭവപ്പെടുന്നുണ്ട്. കടലിലെ ജലം മലിനമാകുന്നു, ബീച്ചുകൾ വേസ്റ്റ് കൊണ്ട് നിറയുന്നു, ഇപ്പൊ കടലിലെ ജീവികളുടെ എണ്ണം കുറയുന്നു. ഇപ്പൊ ഓരോ ദിവസവും IUCN പട്ടികയിലെ ത്രെട്ടൻസ് ചെയ്ത ജീവികളുടെ എണ്ണം കൂടി വരുന്നുണ്ട്. ഇങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ ഈ ഒരു ഏരിയ ഫേസ് ചെയ്യുന്നുണ്ട്. കോസ്റ്റൽ മലിനീകരണത്തിന് ഏറ്റവും ഭീഷണിയാവുന്നത് പ്ലാസ്റ്റിക് വേസ്റ്റുകളാണ്. ഇന്ന് നമ്മുടെ ഡെയിലി ലൈഫിൽ നിന്ന് ഒഴിച്ചുകൂടാനാവാത്ത ഘടകമായി പ്ലാസ്റ്റിക് മാറിക്കഴിഞ്ഞു. ആക്ച്വലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലാസ്റ്റിക്കിന്റെ ഭൂരിഭാഗവും ശരിയായ രീതിയിൽ റീയൂസ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ നശിപ്പിക്കപ്പെടുകയോ ചെയ്യാതെ നേരിട്ട് കടലിലേക്കോ അല്ലെങ്കിൽ മാലിന്യ കൂമ്പാരങ്ങളിലേക്കോ എത്തുകയാണ് ചെയ്യുന്നത്. സയന്റിഫിക് കണക്കുകൾ പ്രകാരം ഓരോ വർഷവും ലക്ഷക്കണക്കിന് ടൺ പ്ലാസ്റ്റിക് വേസ്റ്റുകളാണ് കടലിലേക്ക് അല്ലെങ്കിൽ ഒരു മറൈൻ എക്കോസിസ്റ്റത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, പ്ലാസ്റ്റിക് പ്രകൃതിയിൽ പെട്ടെന്ന് ഡീകമ്പോസ് ആകുന്ന ഒരു വസ്തുവല്ല. കാലക്രമേണ ഇത് പൂർണ്ണമായും ഇല്ലാതാവാതെ മൈക്രോ പ്ലാസ്റ്റിക് രൂപത്തിൽ അതിസൂക്ഷ്മ കണങ്ങളായി മാറുകയാണ് ചെയ്യുന്നത്. ഈ കണങ്ങളാകട്ടെ 100 കണക്കിന് വർഷം ജലത്തിലും കരയിലും നിലനിൽക്കുന്നു. കടലിലെ ഇത്തരം മൈക്രോ പ്ലാസ്റ്റിക് അവിടുത്തെ ജീവികളുടെ ശരീരത്തിലോട്ട്, അതായത് അതിന്റെ ഫീഡിംഗ് ഹാബിറ്റിലൂടെ പ്രവേശിക്കുന്നു. പ്ലാങ്ക്ടൺ മുതൽ വലിയ മീനുകൾ വരെ ഇതിനെ ഭക്ഷിക്കുകയും അതിലൂടെ അവിടുത്തെ ആ ഫുഡ് ചെയിൻ മൊത്തത്തിൽ ഡിസ്റ്റർബ് ആവുകയും ചെയ്യുന്നു. എന്നിട്ട് അവസാനം അത് എത്തിച്ചേരുന്നത് നമ്മളിലോട്ടായിരിക്കും, ഈ വിഷങ്ങൾ. ഇങ്ങനെ പ്ലാസ്റ്റിക് കണങ്ങൾ നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് വളരെ വലിയ രോഗങ്ങൾക്കുള്ള സാധ്യത ആയി മാറുകയും ചെയ്യും. ഹോർമോൺ വ്യതിയാനങ്ങൾ, ക്യാൻസർ പോലുള്ള രോഗങ്ങൾ, ഇമ്മ്യൂണിറ്റി കുറയൽ, അങ്ങനെ തുടങ്ങിയ രോഗങ്ങൾക്കുള്ള ചാൻസസ് കൂടുതലാണത്. പ്ലാസ്റ്റിക് പൊല്യൂഷൻ കാരണം ഇയർലി 10 ലക്ഷത്തിലധികം സീബേഡുകളും ലക്ഷക്കണക്കിന് മാമ്മൽസും ചത്തൊടുങ്ങുന്നുണ്ട്. നിലവിൽ 90% വരുന്ന സീബേഡ്സിന്റെ ഉള്ളിലും പ്ലാസ്റ്റിക്കുകൾ ഉണ്ടെന്നാണ് കണക്ക്. കോസ്റ്റൽ പൊല്യൂഷന് വേറൊരു കാരണമായി വരുന്നത് ട്രീറ്റ് ചെയ്യാത്ത രീതിയിൽ പുറത്തുവിടുന്ന ഫാക്ടറി മലിനജലമാണ്. നേരെ നദിയിലോട്ടോ അതുപോലുള്ള വാട്ടർ ബോഡിയിലോട്ടോ പുറന്തള്ളപ്പെടുന്നു. നമുക്കറിയാം, നദിയുടെ അവസാനം കടലാണ്, അത് നേരിട്ട് കടലിലോട്ട് എത്തിച്ചേരുന്നു. ഇത്തരം പൊല്യൂട്ടഡ് ആയിട്ടുള്ള വാട്ടർ തീരപ്രദേശങ്ങളെ യൂട്രോഫിക്കേഷൻ പോലുള്ള പ്രതിഭാസങ്ങളിലേക്ക് നയിക്കുന്നു. അതായത് നൈട്രജൻ, ഫോസ്ഫറസ് പോലുള്ള ന്യൂട്രിയൻസ് അവിടെ അധികമായി വർദ്ധിക്കുകയും അതുമൂലം ആൽഗകളും മറ്റിതര സസ്യങ്ങളും കൂടുതലാവുകയും ഓക്സിജന്റെ അളവ് കുറയുകയും ചെയ്യുന്നു. അതുമൂലം അവിടുത്തെ എക്കോസിസ്റ്റം പൂർണ്ണമായും നശിക്കുന്നു, റെഡ് സോണായി മാറുകയും ചെയ്യുന്നു. ഇത്തരം റെഡ് സോണുകളിൽ മീനുകളും മറ്റു ജീവികൾക്കും ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയായി മാറുന്നു. NOAA കണക്ക് പ്രകാരം, അതായത് നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷന്റെ കണക്ക് പ്രകാരം ഇന്ന് ലോകമെമ്പാടും 500-ലധികം റെഡ് സോണുകൾ സമുദ്രത്തിൽ ഉണ്ടെന്നാണ്. നോക്കിയൊക്കെ, നമ്മുടെ ജീവിത സൗകര്യത്തിന് വേണ്ടി കോടിക്കണക്കിന് ജീവികളുടെ നിലനിൽപ്പാണ് നമ്മൾ ഇല്ലാതാകുന്നത്. അതുപോലെ എടുത്തു പറയേണ്ട ഒന്നാണ് ഓയിൽ സ്പിൽ. കപ്പൽ അപകടങ്ങൾ മൂലമോ എണ്ണക്കപ്പലിൽ നിന്നോ കടലിനടിയിലെ ട്രെയിലിംഗ് മൂലമോ ഉള്ള ഓയിൽ സ്പ്ലിറ്റ് ആവുകയും അത് സമുദ്രത്തിന്റെ സർഫസിൽ എണ്ണപ്പാളികൾ രൂപപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതുമൂലം സൂര്യപ്രകാശം താഴോട്ട് കടക്കുന്നത് തടയുകയും ഫോട്ടോസിന്തസിസ് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യുന്നു അവിടെ. അപ്പോൾ സ്വാഭാവികമായും ഓക്സിജന്റെ അളവ് കുറയുകയും ആവാസ വ്യവസ്ഥ നശിക്കുകയും ചെയ്യുന്നു. ഓൾറെഡി നമ്മൾ പറഞ്ഞതാണല്ലോ, ഒരുപാട് ജീവികൾ ബ്രീഡിങ്ങിനും ഫീഡിങ്ങിനും ഒക്കെയായി കോസ്റ്റൽ ഏരിയകളെയാണ് പ്രധാനമായും ചൂസ് ചെയ്യുന്നത്. പ്രോപ്പർ അല്ലാത്ത ടൂറിസം കാരണമുള്ള സൗണ്ട് പൊല്യൂഷൻ, ലൈറ്റ് പൊല്യൂഷൻ, മനുഷ്യരുടെ ഇടപെടലുകൾ കാരണമെല്ലാം ഇത്തരം പ്രോസസ്സുകൾക്ക് തടസ്സമാവാറുണ്ട്. നമ്മുടെ ദ്വീപിൽ തന്നെ നോക്കിയാൽ ബീച്ച് റോഡുകൾ അത്യാവശ്യത്തിൽ കൂടുതൽ ലൈറ്റും കൂടാതെ സയന്റിഫിക് അല്ലാത്ത രീതിയിലുള്ള സീവാളും, ഇപ്പൊ അമിനിയിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് കൺസ്ട്രക്ഷൻ വേസ്റ്റ് ഒക്കെ ഡംപ് ചെയ്യുന്നത് ബീച്ചിലാണ്. ഇതെല്ലാം ആമ പോലുള്ള ജീവികളുടെ പ്രത്യുത്പാദനത്തെ കാര്യമായി ബാധിക്കുന്നുണ്ട്. നമ്മൾ കരുതുന്നത് പോലെ കോസ്റ്റൽ പൊല്യൂഷൻ കടലിലുള്ള ജീവികളെ മാത്രമല്ല ഇത് ബാധിക്കുന്നത്, നമ്മളെയും ഇത് ഡയറക്റ്റ് എഫക്ട് ചെയ്യുന്നുണ്ട്. പൊല്യൂട്ടഡ് ആയിട്ടുള്ള സമുദ്ര വിഭവങ്ങളിൽ ഹാംഫുൾ ആയിട്ടുള്ള ബാക്ടീരിയകൾ അടങ്ങിയിരിക്കാം. ഇത്തരം ആഹാരങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ ദഹന സംബന്ധമായ രോഗങ്ങളും സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങളും എല്ലാം ഉണ്ടാവാൻ കാരണമാകും. സമുദ്രം എന്ന് പറയുന്നത് സ്പെസിഫിക്കലി ഒരു രാജ്യത്തിന്റെയോ ഒരു സമൂഹത്തിന്റെയോ സ്വന്തമല്ല, അത് എല്ലാ രാഷ്ട്രങ്ങളെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒന്നാണ്. സോ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തുണ്ടാകുന്ന പൊല്യൂഷൻ ഓഷ്യൻ കറൻസ് മൂലം ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്ത് അതിന്റെ ഒരു എഫക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആയതിനാൽ കോസ്റ്റൽ ക്ലീൻനെസ് എന്നത് ആഗോള തലത്തിൽ എല്ലാവർക്കും ഒരുപോലെ പങ്കാളിത്തമുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ചെയ്യപ്പെടുന്ന ബദൽ മാർഗങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാനുള്ള നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കുകയും തന്നെ വേണം. സ്കൂൾ ലെവൽ, അതായത് ചെറിയ പ്രായം തൊട്ട് പരിസ്ഥിതി അവബോധം പഠിപ്പിക്കണം. അതിലൂടെ മാത്രമേ നമുക്ക് ആ സംസ്കാരം
സംസ്കാരം ഉണ്ടാക്കുവാൻ പറ്റുകയുള്ളൂ ഒരു തലമുറക്ക്. അതുപോലെ തന്നെ മാധ്യമങ്ങൾ, കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, സോഷ്യൽ മീഡിയ യൂസേഴ്സ് ഇത്തരം പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉത്തരവാദിത്തത്തോടു കൂടി ഉയർത്തിക്കാട്ടുകയും പൊതുശ്രദ്ധ വേണ്ടപ്പെട്ടവരിലേക്ക് എത്തിക്കുകയും വേണം. ഓരോ വ്യക്തിയും ഇത് സ്വന്തം ഉത്തരവാദിത്തമാണെന്ന് കരുതി ഏറ്റെടുക്കുമ്പോൾ മാത്രമേ യഥാർത്ഥ മാറ്റം സംഭവിക്കുകയുള്ളൂ. നമ്മുടെ ഇന്ത്യക്ക് ഏകദേശം 11,100 അടുത്ത്, മുമ്പ് ഏകദേശം 7,000 ചില്ലറയായിരുന്നു. ഇപ്പൊ NHAയുടെ നാഷണൽ ഹൈഡ്രോഗ്രാഫിക് ഓഫീസിന്റെ പുതിയ റിവൈസ് ചെയ്ത റിപ്പോർട്ട് പ്രകാരം 11,100 കോസ്റ്റൽ ലൈൻ ഉണ്ട് ഇന്ത്യക്ക്. ഒരു വലിയ ഉത്തരവാദിത്വം തന്നെയുണ്ട് നമ്മുടെ രാജ്യത്തിന് അവിടുത്തെ ആവാസ വ്യവസ്ഥകളും മറ്റും സംരക്ഷിക്കുന്നതിനായി. ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ നാടിനെ കുറിച്ച്, അതായത് ലക്ഷദ്വീപിന്റെ പ്രസക്തിയെ കുറിച്ച് സംസാരിക്കേണ്ടത് അനിവാര്യമാണ്. ഇന്ത്യയിലെ ഏറ്റവും അപൂർവവും യുണീക്കായിട്ടുമുള്ള പാരിസ്ഥിതിക പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണ് നമ്മുടേത്. അറബിക്കടലിനാൽ ചുറ്റപ്പെട്ട ചെറിയ കോറൽ അറ്റോളുകളാണ് നമ്മുടെ ദ്വീപുകളെന്ന് നമുക്കറിയാം. സമുദ്രനിരപ്പിൽ നിന്ന് വളരെ കുറച്ച് ഉയരത്തിലുള്ള നമ്മുടെ ദ്വീപുകൾക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഭൂവിസ്തീർണമേ ഉള്ളൂ. മുമ്പ് പറഞ്ഞതുപോലെ ഈ കോറലുകൾ, ഈ സോയിൽ ഇറോഷൻ, മറ്റ് പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നൊക്കെ ഈ ദ്വീപിനെ സംരക്ഷിക്കുന്ന മതിലുകളാണ്. അതോടൊപ്പം ഒരുപാട് ജീവജാലങ്ങളുടെ ആവാസ കേന്ദ്രങ്ങളും. ഈ സംവിധാനങ്ങൾക്ക് സംഭവിക്കുന്ന ചെറിയ പോറലുകൾ പോലും വലിയ രീതിയിലുള്ള ആഘാതത്തിനും നമ്മുടെ നിലനിൽപ്പിനും തന്നെ വലിയ രീതിയിൽ ഭീഷണിയായെന്ന് വരും. ഭൂവിസ്തൃതി കുറവായതിനാൽ തന്നെ ശരിയായി ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ ഈ പറഞ്ഞ മാലിന്യങ്ങൾ പെട്ടെന്ന് തന്നെ കടലിലേക്കോ തീരങ്ങളിലേക്കോ ലഗൂണിലേക്കോ ഒക്കെ എത്തിച്ചേരുന്നു. ഒരിക്കൽ എത്തിച്ചേർന്നാൽ പിന്നെ ഇത് നീക്കം ചെയ്യുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെയും സെയിം ഏറ്റവും വലിയ ഭീഷണി നമ്മുടെ തീരശുചിത്വത്തിനും കാരണമാകുന്നത് പ്ലാസ്റ്റിക് തന്നെയാണ്. പോളിസിയോ സയന്റിഫിക് അല്ലാത്തതുമായ ടൂറിസം, വാട്ടർ കറൻസ്, നമ്മൾ ലോക്കൽസിന്റെ അശ്രദ്ധ തുടങ്ങിയവയാണ് മുഖ്യമായും പ്ലാസ്റ്റിക് ഇവിടെ എത്തിച്ചേരാൻ കാരണമാകുന്നത്. ഇനി എത്തിച്ചേർന്നു കഴിഞ്ഞാൽ കോറലുകൾ ഈ പ്ലാസ്റ്റിക്കുകൾ കൊണ്ട് മൂടപ്പെടുകയും മത്സ്യങ്ങൾ ഇത് ഭക്ഷിക്കുകയും ഇതെല്ലാം തന്നെ ഇവിടുത്തെ എക്കോസിസ്റ്റത്തിന്റെ നിലനിൽപ്പിലോട്ടാണ് വിരൽ ചൂണ്ടുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ കോസ്റ്റൽ ക്ലീനിങ് എന്ന് പറയുന്നത് വളരെ ചലഞ്ചിങ് ആണ്. ഉയർന്ന രീതിയിലുള്ള ഗതാഗത ചെലവ്, ഗതാഗതത്തിന്റെ ദൗർലഭ്യത, ലിമിറ്റഡ് ആയിട്ടുള്ള ബേസിക് ഫെസിലിറ്റീസ് തുടങ്ങിയവയെല്ലാം മാലിന്യം വർദ്ധിപ്പിക്കുന്നതിന് കാരണങ്ങളായി കാണാം. ഇതിനെല്ലാം പരിഹാരമായി ഒരു വഴിയെ നമുക്ക് ചെയ്യാനുള്ളൂ. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇതിന്റെ ഉപയോഗം കുറക്കുക. ഇത് തന്നെയാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മാർഗം. ഓർഗാനിക്, ഇനോർഗാനിക് വേസ്റ്റിന്റെ സെഗ്രിഗേഷൻ, ഓർഗാനിക് വേസ്റ്റിന്റെ കമ്പോസ്റ്റിംഗ്, റീസൈക്കിൾ വേസ്റ്റിന്റെ സേഫ് സ്റ്റോറേജ് എല്ലാം കോസ്റ്റൽ ക്ലീനസിന് നിർണായകമായ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. കൂടാതെ ഓഷ്യൻ കറൻസ് വഴി പുറത്തു നിന്നുള്ള പ്ലാസ്റ്റിക് വേസ്റ്റുകളും ഇവിടത്തേക്ക് എത്താറുണ്ട്. അത് കണ്ടുപിടിക്കുന്നതിനും നിർമ്മാർജ്ജനം ചെയ്യുന്നതിനും കൺട്രോൾ ചെയ്യുന്നതിനും അഡ്വാൻസ് ടെക്നോളജി ലൈക്ക് AI, ഓഷ്യനോഗ്രാഫി ഒക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇപ്പൊ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ നാടിന്റെ അല്ലെങ്കിൽ ഈ തീരങ്ങളുടെ യഥാർത്ഥ സംരക്ഷകർ എന്ന് പറയുന്നത് ഇവിടെ അധിവസിക്കുന്ന നമ്മൾ ഓരോരുത്തരുമാണ്. തലമുറകളായി കടലിനൊപ്പം ജീവിക്കുന്ന നമ്മൾ ഈ സമുദ്ര വിഭവങ്ങളെ മാന്യമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. നമുക്ക് നമ്മുടെ മുൻ തലമുറകൾ അങ്ങനെയാണ് കൈമാറ്റം ചെയ്ത് തന്നേക്കുന്നത്. അപ്പോൾ കമ്മ്യൂണിറ്റി തലം മുതലുള്ള കോസ്റ്റൽ ക്ലീനിങ് പ്രവർത്തനങ്ങൾ, ശരിയായ രീതിയിലുള്ള മത്സ്യബന്ധനങ്ങൾ, അവയർനെസ് പ്രോഗ്രാമുകൾ എന്നിവയെല്ലാം കോസ്റ്റൽ എൻവറോൺമെന്റിന്റെ സംരക്ഷണത്തിന് നല്ല പങ്ക് വഹിക്കുന്നുണ്ട്. ഇതിനെല്ലാം സാമൂഹിക പങ്കാളിത്തം, അതായത് സോഷ്യൽ പാർട്ടിസിപ്പേഷൻ ആവശ്യമാണ്. അതുള്ളിടത്ത് മാത്രമാണ് സസ്റ്റൈനബിലിറ്റി നിലനിൽക്കുന്നത്. ഇപ്പൊ റീസെന്റ് IPCC നടത്തിയ ഒരു പഠനത്തിൽ ലോകത്തിലെ 50% കോറലും കഴിഞ്ഞൊരു 30-40 വർഷത്തിനിടയിൽ നശിച്ചു പോയിട്ടുണ്ടെന്നാണ് കണക്ക്. സയന്റിഫിക് കണക്കനുസരിച്ച് ലോകത്തിന്റെ താപനില ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഏകദേശം ഒരു 1.5 ഡിഗ്രി കൂടുതൽ ഉയർന്നാൽ തന്നെ 90% കോറലുകളും ഇല്ലാതാവാൻ സാധ്യതയുണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷം നമ്മുടെ ലക്ഷദ്വീപിന്റെ ഏകദേശം 80% കോറൽ ബ്ലീച്ചായി പോയിട്ടുണ്ടെന്നൊക്കെ നമ്മൾ ന്യൂസിൽ പഠിച്ചിട്ടുണ്ടാവും. ഇത്തരം കാര്യങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, അതായത് താഴ്ന്ന കോറൽ ദ്വീപുകളുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണിത്. സോ നമ്മുടെ നിലനിൽപ്പ് നമ്മുടെ കൈകളിലാണ്. നമ്മൾ മാറുക, നമ്മുടെ കുട്ടികളെ മാറ്റുക, നല്ലൊരു തീരവും ദ്വീപും ഉണ്ടാക്കാൻ ഒരുമിക്കുക. പ്ലാസ്റ്റിക്കിന്റെ കാര്യത്തിൽ RRR മറക്കാതിരിക്കുക. റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ. താങ്ക് യു. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഹരിത ചിന്തകൾ. ഈ പരിപാടിയിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന അതിഥി ചെന്നൈ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന നാഷണൽ സെന്റർ ഫോർ സസ്റ്റൈനബിൾ കോസ്റ്റൽ മാനേജ്മെന്റിൽ മറൈൻ ബയോളജിസ്റ്റായ നൌഫർ. ഈ പരിപാടി നിങ്ങൾക്കായി തയ്യാറാക്കിയത് സബീന ബി, കീള സുറാമ്പി. നന്ദി, നമസ്കാരം.